ഒന്നാമത്തെ അടയാളം കേട്ടോ, നന്നാവണം. ഇന്ന് നന്നാകണം, നാളെയല്ല. ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് ഇറങ്ങണം. ഈ പറയുന്ന അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്നായിക്കോണം. അള്ളാഹു നമുക്ക് ഈ വന്നിരിക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, വയത് കഴിഞ്ഞ് പിരിഞ്ഞ് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഈ തലയിലിട്ടിരിക്കുന്ന തൊപ്പി, ഈ പെണ്ണുങ്ങളെ തലയിലിട്ടിരിക്കുന്ന ഷാളൊന്ന് മാറ്റിയിട്ട് കണ്ണാടിയിലേക്ക് ചേർന്ന് നിന്നിട്ട് നോക്കണം. ഈ തലയിലെയും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്ങാണം ഒരു വെള്ള നിറം കണ്ട പള്ളിക്കുഴി പോകാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. തലയിലെയോ താടിയിലെയോ രോമത്തിനിടയിൽ ഒരു വെളുത്തത് കണ്ടാ സമയമായി മോനെ, നന്നായിക്കോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നരയ്ക്കാനൊന്നുമില്ല, പലർക്കും നരയ്ക്കാനൊന്നുമില്ല, കയ്യിലിരിപ്പിനൊരു മാറ്റവും ഇല്ല. പിന്നെ ചിലര് ക്ലീൻ ഷേവിംഗ് ആണ്. കാരണം കിളവാന്ന് നാട്ടുകാരി വിളിച്ചാലും അല്ലേ, എവിടെയെങ്കിലും ഒരു രോമം നരച്ച ഭാര്യ പറയിക്കാ വെട്ടണ്ട, പിഴുതേറെ അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, നിത്യമായിട്ടുള്ള രോഗങ്ങൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP ഒക്കെ ആയിട്ട് നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ രണ്ടാമത്തെ അടയാളമാണ്. മൂന്ന്, പഴയതുപോലെ ഓടാനും ചാടാനൊന്നും വയ്യ ഉസ്താദെ, കുനിയാൻ വയ്യ, കസേരയിലിരുന്നാ നിസ്കരിക്കണേ, സുജൂദ് ചെയ്യാൻ വയ്യ. കരുനാഗപ്പള്ളിയെ വിറപ്പിച്ചവനായി ഇന്ന് ഒടിഞ്ഞൂത്തിയിട്ട് നടക്കാ, കൂനു വന്നു, തൊലിയൊക്കെ ചുളുങ്ങി, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. മോനെ, സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ. മരിക്കുമ്പോ എങ്ങനെ മരിക്കണം എന്നറിയണം. ഇരിക്കുന്ന സദസ്സിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും 99% പേർക്കും വന്നിട്ടുണ്ട്. അള്ളാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിഭാഗം ഇരുന്ന് ചിരിക്കുക, സിറാജ് ഉസ്താദേ ഞാൻ രാജാവോ ഒന്നും എത്തിയിട്ടില്ല, എന്റെ മുടിയും നരച്ചില്ല, എനിക്ക് ഒരു ജോയിന്റിനും വേദനയില്ല, ഒരു തലവേദന പോലും എനിക്കില്ല. അതിനർത്ഥം മരണം അടുത്തു എന്നല്ല. ചിലപ്പോ ഇത് മൂന്നും വേണ്ടടാ, ഒറ്റയടിക്കങ്ങ് മക്കളെ, ഇത് മൂന്നും വേണ്ട. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ബൈക്ക് എടുത്തിട്ട് കരുനാഗപ്പള്ളി പോയി, പിന്നെ വെട്ടി കീറി പൊളിച്ച് വെട്ടി കൊണ്ട് വീട്ടിൽ വെച്ച എത്രയോ ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഇതൊന്നും വേണ്ട. മരിക്കുമ്പോ എങ്ങനെ മരിക്കണം എന്നറിയോ? മരിക്കുമ്പോ എങ്ങനെ മരിക്കണം? അന്തസ്സോടെ മരിക്കണം മനുഷ്യ. മരിക്കുന്ന സമയത്ത് എങ്ങനെ മരിക്കണം? നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഷഹാദത്ത് കലിമ, അതങ്ങട്ട് വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അസ്റായിലിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ വായിച്ചിട്ട് മരിക്കണമെങ്കിൽ 3 കാര്യം ജീവിതത്തിൽ ചെയ്യണമെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 12 മണിയായി. എൻ്റെ സഹോദരിമാർ ഇത്രയും നേരം ഇരുന്നിട്ട് ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പോലും പറഞ്ഞില്ലല്ലോ എന്ന് പെണ്ണുങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഒറ്റ ചരിത്രം പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവരൊക്കെ ഇന്ന് ജീവിതം പഠിക്കുന്നത് സീരിയലിൽ നിന്നാണ്. എല്ലാ ഉമ്മമാരും പറയണത്, ഏകദേശമുള്ള ഉമ്മമാരൊക്കെ പറയും, എൻ്റെ മോളെ പരസ്പരത്തിലെ ദീത്തി മോളെ പോലെ തന്നെ ആക്കണം, എന്നാ ഉഷാറല്ലേ അല്ലേ? എന്താ പറയാ, പാതിരാത്രി ആയാലും പ്രശ്ന പെണ്ണുങ്ങള് വൈകുന്നേര സമയം ചിലർക്ക് ഇത്തിരി അടിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കും. ഇതുപോലെയാണ് മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ TV ഓണാക്കിയില്ലെങ്കിൽ പറ്റൂല, എങ്ങനെ വിറയ്ക്കാ പെണ്ണുങ്ങൾ തുള്ള. ഇങ്ങനെ ചില ജന്തുക്കളുണ്ട്. പ്രശ്ന അവർക്കൊരു സമാധാനം, പരസ്പരവും ചന്ദനമഴയും കറുത്തമുത്തും പ്രശ്ന എല്ലാം കായംകൊള്ളിയുടെ കൊച്ചുണ്ണിയുടെ വാപ്പാനെയും കണ്ടിട്ട് ഇറങ്ങിയാലേ അവർക്ക് സമാധാനം വരും. എന്താ പെണ്ണുങ്ങൾക്ക് അവർക്കോട് അവരോട് ഖദീജ ആരാന്ന് വെച്ചാൽ, ഖദീജ അയൽവാസിയുടെ പേര് പറയും. ഖദീജ ആരാ, ആയിഷ ആരാ, നഫീസ ആരാ, ദിന്നൂറുൽ മിസ്രി ആരാ, ഇതൊന്നും അവർക്കറിയില്ല. ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ എന്റെ പെങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം, പഠിക്കാനൊരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിന്നെ പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാൻ നിന്നെക്കാലം സുന്ദരിയായ ഒരു പെണ്ണ് ജീവിച്ചിരുന്നു. മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ. പടച്ചവനെ, വഅദ് കേൾക്കുകയാ, ഇതുപോലെ ഇന്നൊരു വഅദ് കേൾക്കുകയാണ്. ആ പ്രഭാഷണം നടത്തുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
മീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ പടച്ചവനെ ഈ ആയത്തോ അങ്ങോതുമ്പോ ഈ സൂറത്തോതിയിട്ട് അർത്ഥം അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ ഖബറിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ. നഫീസയിരുന്ന് കരഞ്ഞ് 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 ബോധം കെട്ട് വീഴുകയാ. അല്ലാഹുവേ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാ. സീരിയലിന്റെ പെണ്ണിലിരുന്ന് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന ഉമ്മ. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഒരു പെണ്ണ് തളർന്നു വീഴുകയോ. അവസാനം വീട്ടിലേക്ക് ഓടുകയാണ്. അവസാനം തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റുകയാ. എന്നിട്ട് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തിട്ട് സ്വന്തം വീടിനകത്തൊരു കുഴി കുത്തുകയാ. ഖബറിനെ കുറിച്ചങ്ങ് പറയുന്നത് കേട്ടപ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. രാത്രിയിലാ ഖബർ കുഴിക്കുന്നത്. പകല് മുഴുവനും നോമ്പുകാരിയാ. രാത്രി ഖബർ കുഴിക്കുകയാണ്. ആരും അറിയാതെ ഖബർ കുഴിക്കുകയാ. ഇരുന്ന് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. മണ്ണ് മുഴുവനും നനയുകയാണ്. ഖബറിലെ മണ്ണ് മുഴുവനും നനയുകയാ. എങ്ങനെ കരയാതിരിക്കും? എന്റെ പ്രിയമുള്ളവരെ, എല്ലാരും കരഞ്ഞത് ഖബർ കണ്ടല്ലോ. ഉസ്മാൻ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നരകത്തെ കുറിച്ചോർത്തല്ല, സിറാത്തിനെ കുറിച്ചോർത്തല്ല, മീസാനിനെ കുറിച്ചോർത്തല്ല, മഹ്ശറയെ കുറിച്ചോർത്തല്ല, മരണത്തെ കുറിച്ചോർത്തല്ല. എന്റെ പ്രിയമുള്ളവരെ, ഖബറിനെ കുറിച്ചോർത്താ കരഞ്ഞത്. മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം. ഒരു ഖബർ കണ്ടാ കരയട്. ചിരിക്കേണ്ട സ്ഥലമല്ലടാ. പള്ളിക്കാട്ടിൽ പോയി നിന്ന് ചിരിക്കുന്നവരുണ്ടല്ലോ, അത് തമാശ പറയേണ്ട സ്ഥലമല്ല, ഫോൺ വിളിക്കേണ്ട സ്ഥലമല്ല, രാഷ്ട്രീയം പറയേണ്ട സ്ഥലമല്ല, പച്ചയിറച്ചി തിന്നേണ്ട സ്ഥലമല്ല. മോനെ, ഈ ദുനിയാവിൽ 7 സ്ഥലങ്ങളിൽ ചിരിക്കല്ലോ. 7 സ്ഥലങ്ങളിൽ ആരെങ്കിലും ചിരിച്ചോ അവൻ നാളെ പട്ടിയുടെ കോലത്തിലാ പരലോകത്ത് വരുന്നത്. ചിരിക്കാൻ പാടില്ലാത്ത 7 സ്ഥലങ്ങളിൽ ഒന്നാമത്തെ സ്ഥലം ഖബറിന്റെ മുന്നിലാ. റസൂലുള്ള പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അഖില വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദ്രി. ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, ഭക്ഷണം തിന്നാനെടുത്തിട്ട് വെള്ളം കുടിക്കുന്നതിന് കയ്യിൽ പിടിച്ചിട്ട് നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവി പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ നിനക്കൊരു പിടിപടി പോലും ഭക്ഷണം പോലും നിനക്ക് നിന്റെ വയറ്റിലേക്ക് ഇറക്കാൻ കഴിയില്ല. മോനെ, ഖബറിനകത്തിരുന്ന് കരയുകയോ. കരയുന്നതിന് ഫീസയോ. അവസാനം കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായി. വെളിയിൽ പോയി ഒതുപെടുത്തിട്ട് ഓടി വരികയോ. ഓടി വന്നിട്ട് ഖബർ ഉദ്ഘാടനം ചെയ്യുകയാണ്. പടച്ചുറപ്പേ, ഖബറിനകത്ത് മുസല്ല വിരിച്ചിട്ട് തുടങ്ങുകയാ. മുസല്ല വിരിച്ച് നിസ്കരിക്കുകയോ. 10,000 റക്അത്താ നിസ്കരിച്ചത്. എന്റെ പെങ്ങള് ചോദിക്കും, ഉസ്താദ്, ഖബറിനകത്ത് ഖിബില എങ്ങോട്ടാരായിരുന്നു? പെണ്ണെ, നിനക്ക് എങ്ങനെ ചോദിക്കാനേ അറിയോ? എന്റെ പ്രിയമുള്ളവരെ, നഫീസ 10,000 റക്അത്ത് നിസ്കരിക്കുകയോ. ഈ ഒരുമിച്ച് കൂടിയ ഉമ്മ 50 വയസ്സായല്ലോ. ജീവിതത്തിൽ നിനക്ക് അല്ലാഹു തന്ന ആയുസ്സിൽ 10,000
1000 റക്അത്ത് നീ നിസ്കരിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നഫീസ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയോ, ഖബറിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് വിളക്കും കയ്യിൽ പിടിച്ചിട്ട് ഖബറിനകത്തിരുന്ന് തുടങ്ങുകയാണ്. അലിഫ് ലാം മീം സൂറത്തുൽ ബഖറ മുതൽ തുടങ്ങുകയാ. 114 സൂറത്തുകള്, 6666 ആയത്തുകള്. എത്ര പ്രാവശ്യമാ ഓതിയതെന്നറിയുമോ? എത്ര ഖത്തമാ ഓതിയതെന്നറിയുമോ? 1 അല്ല 10 അല്ല 100 അല്ല 500 അല്ല 1000 അല്ല 4000 പ്രാവശ്യം ഓതിയുമ്മ. ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഓതിയിട്ടുണ്ടോ ചെറുപ്പക്കാരാ? മോനെ എത്ര വയസ്സായടാ? ഒരു ദിവസം 1 പേജ് വെച്ച് ഓതിയാ പോയായിരുന്നു, ഓതാമായിരുന്നല്ലോ പൊന്നുമോരെ. അവസാനം എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഉറക്കമില്ല. അതാ വീടിനകത്ത് രോഗം പിടിച്ച് കിടക്കുമ്പോ കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, നഫീസ എന്തിനാ നീ പട്ടിണി കിടക്കുന്നത്? ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? നിനക്കൊരു രാത്രിയെങ്കിലും ഒന്ന് ഉറങ്ങിക്കൂടെ? കണ്ണു കുടിഞ്ഞല്ലോ, തൊലി കറുത്തല്ലോ നഫീസ, എല്ലുകൾ വെളിയിൽ കാണുന്നല്ലോ. നീ എത്ര സുന്ദരിയായിരുന്നു നഫീസ, മുടിയെല്ലാം നരച്ചു പോയല്ലോ നഫീസ, കണ്ടിട്ട് പേടി തോന്നുന്നു നഫീസ. മോളെ നീ മരിച്ചു പോകുമെന്ന് കുടുംബക്കാര് പറയുമ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുടുംബക്കാരോട് പറയുകയാണ്, 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ട് കാര്യമോ. ഒരു പെണ്ണ് 30 കൊല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തത് രണ്ട് കാര്യമാ. ഒന്ന്, അല്ലാഹ് എന്നെ ഒരു നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ അഭിലാഷമാ. സീരിയലിന്റെ അഭിനയം കണ്ട് കരയുന്ന ഉമ്മ. ഒരു പെണ്ണ് റബ്ബിനോട് 30 കൊല്ലം ചോദിച്ചത്, റബ്ബേ എനിക്ക് നോമ്പുകാരിയായി മരിക്കണം പടച്ചവര്. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? എനിക്ക് ഖുർആൻ ഓതി മരിക്കണമല്ലാ. കുടുംബക്കാര് മുഴുവനും പിരിഞ്ഞു പോയി. നഫീസ റളിയല്ലാഹു തആല അൻഹ സക്കറാത്തിന്റെ സമയമെത്തിയപ്പോ, മരണമടുത്തെന്ന് മനസ്സിലാക്കിയപ്പോ ഓടിച്ചെന്നിട്ട് വളുവെടുക്കുകയോ, ഓടിച്ചെന്നിട്ട് കുളിക്കുകയാണ്. സ്വന്തമായിട്ട് മയ്യത്ത് കുളിക്കുകയോ. നല്ലതുപോലെ കുളിച്ചൊരുങ്ങിയിട്ട് വാങ്ങി വച്ചിരിക്കുന്ന കഫം തുണിയും എടുത്തുകൊണ്ട് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയിട്ട് കാത്തു കിടക്കുകയോ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നഫീസ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. വീടിനകത്തേക്ക് കടന്നു വരികയോ. 30 കൊല്ലം അല്ലാഹുവോട് ചോദിച്ചത് നോമ്പുകാരിയായി മരിക്കണം. റബ്ബേ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ പെങ്ങള്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ പെങ്ങള്. പടച്ച റബ്ബേ, കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല. നഫീസ കടന്ന് കരയുകയാ, നഫീസ കടന്ന് കരയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവോട് രണ്ടാമത് ചോദിച്ചത്, അല്ലാ ഖുർആൻ ഓതി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പെങ്ങളെ, തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ, അരഭാഗം റൂഹ് പിടിച്ചു കഴിയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയോ, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയോ. എന്നിട്ട് ഒരായത്തോതുകയാണ്. ഒരായത്തോതികെട്ടാ പോയത്. പഠിച്ചോ പെണ്ണ്, നിനക്ക് മുതാലുള്ളതാ. ഏതായത്തെന്നറിയുമോ? ലഹും ദാറുസ്സലാം
ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും ബിമാ കാനൂ യഅമലൂൻ എന്ന സ്വർഗ്ഗത്തിന്റെ ആയത്തോതിയിട്ട് പടച്ചവന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങള് ഒരായത്ത് പറഞ്ഞു നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അല്ലാഹുവേ, ഞായറാഴ്ച ദിവസം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹമോ 15 പവന് സ്വർണവും 1 ലക്ഷം രൂപയും കൊടുത്തിട്ട് ഈ പാവപ്പെട്ട ചെറുപ്പക്കാര് ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയോ. അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ അത് എളുപ്പത്തിലാക്കടേ തമ്പുരാന്. എന്റെ പ്രിയമുള്ളവര്, എനിക്ക് പിരിക്കാനറിയില്ല, പിരിക്കുന്നതിനോട് താല്പര്യമില്ലാത്തവരോ. എങ്കിലും എന്റെ പ്രിയമുള്ളവരെ, ഇത്രയും പേരെ നിങ്ങളെ എന്റെ മുന്നിൽ കിട്ടിയിട്ട് പടച്ചവനെ റബ്ബേ, അടുത്ത വർഷവും ഇതുപോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്തണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ട്. പടച്ചവരെ, ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. ഒരുപാടൊന്നും തരണ്ട. നിന്റെ വീടിന്റെ ബാത്റൂമിനകത്തിട്ടിരിക്കുന്ന ടൈലിന്റെ പൈസയുണ്ടല്ലോ, അതെങ്കിലും ഒരു പാവപ്പെട്ട പൊന്നുപോലുള്ള കണ്ണുനീരൊപ്പാരോ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹ ജീവിതത്തിന് വേണ്ടിയോ എന്റെ പ്രിയമുള്ളവരെ കൊടുക്കാൻ കഴിയുമോ? പ്രതിഫലം പറഞ്ഞു നിർത്തുകയാ. ആരും 1 രൂപ വെറുതെ കൊടുക്കണ്ട, ആരും 1 രൂപയും വെറുതെ കൊടുക്കണ്ട. അല്ല തരുന്ന പ്രതിഫലം കേട്ടോ, മരണസമയത്ത് നിനക്ക് കാണാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് 1 ഗ്രാം സ്വർണത്തിന്റെ പൈസയെങ്കിലും കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ പറയുന്നത്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് മരണവേദന സഹിക്കാൻ കഴിയാതെ കരയുമ്പോ അസ്റായിൽ ചോദിക്കുകയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. ഒരു പാവപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് വേണ്ടി അല്ലാഹു തന്ന സമ്പത്തിന്റെ 99 നീ എടുത്തിട്ട് അതിലൊരംശം കൊടുത്താ അസ്റായിൽ നിന്നോട് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ മോനെ കരയുന്നത്? എന്തിനാ പെണ്ണെ വിളിച്ചു പോകുന്നത്? വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ പ്രതിഫലം. നോക്ക് വാപ്പാ, വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാ വാപ്പാ, നീ കൊടുത്ത 1 ഗ്രാം 1 ഗ്രാം അരപ്പവന് അതിന്റെ പ്രതിഫലം കണ്ടോ? സ്വർഗമിങ്ങനെ കാണിച്ചു തരികയോ? സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമോ? 2, ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയോ? പടച്ചവന്റെ പരലോകത്തേക്ക്, റബ്ബിന്റെ മുന്നിലേക്ക് ഈ സദസ്സിലിരിക്കുന്നവർ എഴുന്നേറ്റ് പോവുകയോ? പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചൊല്ലുമ്പോ ഒരു വിഭാഗം എഴുന്നേൽക്കുകയോ? ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റിട്ട് അവര് പറവയെ പോലെ പറക്കുകയാണ്. പരലോകത്തിന്റെ മുകളിലൂടെ പറക്കുകയോ? അവര് പറന്ന് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹാസിനുൽ ജന്നാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്ക് ചോദിക്കുകയാ, ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാ.
പറവയെ പോലെ പറന്നു വരുന്ന നീ ആരോ? നിനക്ക് ഈ ഭാഗ്യം എങ്ങനെയാ കിട്ടിയത്? നിന്റെ വിചാരണ കഴിഞ്ഞോ? നീ നരകം താണ്ടിയിട്ടാണോ വരുന്നത്? എന്റെ പ്രിയമുള്ള പെങ്ങള്, പരലോകത്തുകൂടെ നടക്കാൻ എന്നെ കൊണ്ട് കടിയില്ല ഉസ്താദ്. കാല് പൊള്ളുമല്ലോ, ചെമ്പിന്റെ തറയാണല്ലോ, തലച്ചോറ് തിളച്ചുരുകുന്ന ദിവസമാണല്ലോ. അന്നത്തെ ദിവസം നിനക്ക് പറക്കാനുള്ള ഭാഗ്യമോ? എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫബകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ പ്രതിഫലമോ 3 വലകാഹു നദറതം വസുറൂറാ. പടച്ചവരെ, ഫിർദൗസ് എന്ന സ്വർഗമുണ്ടല്ലോ, ഫിർദൗസ് എന്ന സ്വർഗമുണ്ടല്ലോ. രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരോ. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ നിന്നെ പടച്ച റബ്ബിനെ നിനക്ക് കാണണ്ടേ. വലകാഹു നദറതം വസുറൂറാ. അതുകൊണ്ട് നിർത്തുകയാ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് ഇന്ന് വെള്ളിയാഴ്ച രാവാ. മരിച്ചുപോയ ഉപ്പയെ കുറിച്ച് പറയുമ്പോ, മരിച്ചുപോയ ഉമ്മയെ കുറിച്ച് പറയുമ്പോ കരയുന്ന മക്കളുണ്ടല്ലോ, 1000 നാവോടെ പറയുന്നവരുണ്ടല്ലോ. വാപ്പാ, മരിച്ചുപോയ നിന്റെ ഉപ്പാന ഇന്ന് വരെ നീയൊന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉമ്മ നിന്നോട് ചോദിക്കുകയോ, മരിച്ചുപോയ നിന്റെ പെറ്റുമ്മാന ഇന്ന് വരെ നീ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാനോ, എങ്ങനെ കാണാനോ? ഉമ്മയുടെ അവസ്ഥ എന്തെന്നറിയുവോ? വാപ്പയുടെ അവസ്ഥ എന്തെന്നറിയുവോ? ഖബറിനകത്ത് കിടന്ന് യാചിക്കുകയാ, അല്ലാഹുവേ, ആരെങ്കിലും എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണേ അല്ലാ. ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യണേ അല്ലാ. മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാ, മരിച്ചുപോയ ഉപ്പാനെ നമുക്കിന്ന് കാണണ്ടേ. എനിക്ക് വേണ്ടി ജീവിച്ച, ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും എനിക്ക് വേണ്ടി മാറ്റിവെച്ച പ്രിയപ്പെട്ട ഉപ്പാനെ നിനക്കൊന്ന് കാണണ്ടേ. നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ, നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ. പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. മരിച്ചുപോയ ഉമ്മയ്ക്ക് പകരം വെക്കാൻ, നമ്മുടെ ഉമ്മാന് പകരം വെക്കാൻ എന്തേ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം മരിച്ചവര് കരയുന്ന ദിവസമാ. നാളെ വെള്ളിയാഴ്ച നീ ജുമയ്ക്ക് പള്ളിയിൽ പോകുന്നതിന് മുമ്പേ പള്ളിക്കാട്ടിൽ കിടക്കുന്ന വാപ്പ ഒന്നുകിൽ ചിരിക്കും, അല്ലെങ്കിൽ നിന്നെ പോലെ വൃത്തികെട്ട ഒരുത്തനെ കിട്ടിയല്ലോ, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ പിറന്നതെന്നോർത്തിട്ട് നിന്റെ ഉമ്മ കരയും. അല്ലാഹുവേ, ചിരിപ്പിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് ഉസ്താദേ, മരിക്കുന്ന സമയത്ത് എനിക്കിന്ന് രാത്രി എന്റെ ഉമ്മയെ കാണണം, എന്റെ ഉപ്പയെ കാണണം. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ എനിക്ക് മരിക്കണം. എനിക്ക് പരലോകത്ത് കൂടെ നടക്കാൻ വയ്യ, പറക്കണം. എനിക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലിരുന്ന് എനിക്കെല്ലാം തന്ന എന്റെ റബ്ബിനെ എനിക്ക് കാണണം. എന്റെ പ്രിയമുള്ളവരെ, പ്രതിഫലം പറഞ്ഞു തന്നു. നിങ്ങളോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാറ്.
ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുകയാ. ഇന്നെന്റെ പടച്ചവനെ റബ്ബേ, വഅദിന്റെ അവസാന ദിവസമാണ്. നാളെ ഇതേ സമയം അല്ലാഹു ആയുസ് തന്ന, ഭാഗ്യം തന്ന, നാളെ പടച്ചവന്റെ കഅബയിലേക്ക് വിരുന്നുകാരനായി പോകുകയാണ്. അല്ലാഹു അവിടെ എത്താനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവാ, ദുആ സ്വീകരിക്കുന്ന രാവാ, അല്ലാഹ് ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാൾ പോലും ഇല്ലാത്ത സദസ്സാണ്. അതുകൊണ്ട് റബ്ബേ, ഈ ഇരിക്കുന്ന നൂറുകണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശി ആരാണെന്ന് നിനക്കറിയാം. അവരെ കൊണ്ട് നീ പറയിപ്പിക്കണേ അല്ലാ, അവരെ തെരഞ്ഞെടുക്കണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല ചാടി എഴുന്നേറ്റ് പറയണമെന്ന്. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളോട് ഇപ്പം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. 3 ദിവസമേ ഉള്ളൂ. അതെന്താന്ന് എനിക്കറിയില്ല, അവർ ചെയ്യും. പക്ഷെ അടുത്ത വർഷം ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ 365 ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. അന്ന് നിങ്ങളുടെ കയ്യിൽ പൈസയും അല്ലാഹു ആയുസും തന്ന ഉസ്താദെ, എനിക്ക് റബ്ബായുസ് തന്നാൽ അടുത്ത വർഷം ഈ പാവപ്പെട്ട മക്കൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുമ്പോൾ എന്നാൽ കഴിയുന്ന ഒരു സദക്ക കൊടുക്കാമെന്ന് നിയ്യത്ത് ചെയ്യും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഒരുപാടൊന്നും അവർക്ക് ഒരുപാട് പവനൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഒരരപ്പവൻ സ്വർണം, ഒരരപ്പവൻ സ്വർണം. അല്ലാഹുവേ ഉസ്താദെ, എന്റെ വാപ്പ പോയപ്പോ എല്ലാം എന്റെ കയ്യിൽ തന്നിട്ടാ പോയെ. അതിനർത്ഥം മോനെ, നീ പോകുമ്പോഴും ഇതുപോലെ വെച്ചിട്ട് പോകേണ്ടവനാണെന്ന് എന്നോടൊപ്പം മരിച്ചപ്പം പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിച്ചാ മതി എന്ന ആഗ്രഹത്തോടെ അടുത്ത വർഷം നടക്കുന്ന വിവാഹത്തിലേക്ക് അരപ്പവന് സദക്ക ചെയ്യുന്ന അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വർഗത്തിന്റെ അവകാശി ഈ സദസ്സിൽ ഇരുന്നിട്ടൊന്ന് കൈബുക്ക്. അല്ലാഹു കബൂലാക്കട്ടെ. അടുത്ത വർഷത്തേക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് ആരാ ഉള്ളത്? അൽഹംദുലില്ലാ. നോക്കട്ടെ, ഒന്ന് കൈവക്കിയാല. 1 2 അൽഹംദുലില്ലാ. 2 സഹോദരങ്ങൾ കുലൂ തക്ബീർ, 3 കുലൂ തക്ബീർ. എല്ലാവരെ കൊണ്ടും കഴിയില്ല. കാരണം 1 രൂപ സദഖ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ കൊല്ലണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അരപ്പവൻ സ്വർണം 10,000 രൂപയെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. 365 ദിവസം ഒരു പനി വന്നാൽ ലക്ഷങ്ങൾ തീരുന്ന പനികളായി ഇപ്പത്തെ പനി. അല്ലാഹുവേ, സ്വർഗം കണ്ട് മരിക്കാൻ 3 അടിമകൾ. കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുള്ളാഹിമായ കരുണയുള്ള അല്ലാഹ്, പടച്ചവനെ, നിന്നോട് സ്വർഗ്ഗത്തിന്റെ അവകാശികളെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോ ഒരുപാട് പണമുള്ളവരടുത്തിരിക്കുമ്പോ 3 പാവപ്പെട്ട അടിമകളെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നല്ലോ. അവരുടെ പേര് നിനക്കറിയാ, ആഗ്രഹം നിനക്കറിയാ, കുടുംബം നിനക്കറിയാ. പടച്ചവനെ, അവരുടെ സദഖ സ്വീകരിക്കണേ അല്ലാ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെച്ച് ചികിത്സിച്ചാലും മാറാത്ത രോഗം കൊടുക്കല്ലേ അല്ലാ. പടച്ചവര് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ഭാര്യയും മക്കളും മരിക്കാ ദുആ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഈ പാപങ്ങളെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ, നീ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് സദസ്സിലുണ്ട്. പടച്ചവനെ, കൊടുക്കാനുള്ള മനസ്സാണില്ലാത്തത്. നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. 1.5 പവൻ. ആരാ? ഒരാൾ കൂടെ എനിക്ക് വേണം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ആരാണ് ഈ സദസ്സിൽ? ആണുങ്ങളോ പെണ്ണുങ്ങളോ? ഒന്ന് സംഘാടകർ പോ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ് ഒരാൾ കൂടെ വേണം പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഒന്ന് പോ ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരി തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണ മോതിരം. കുലൂ തക്ബീർ. അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുവേ, പടച്ചവനെ, ഒരു പാവപ്പെട്ട സഹോദരി തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണമോതിരം ഒരു തന്നിരിക്കുന്നു അല്ലാ. ഒരു പെണ്ണിന്റെ വേദന അറിയുന്നവളാട്. ഉസ്താദേ, ഞാൻ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്നവളാ. പ്രസവത്തിന് ഇത്ര വേദനയാണെങ്കിൽ മരണത്തിന് എന്ത് വേദനയാണ്? അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ അനുഗ്രഹം കണ്ട് മരണവേദന അറിയാതെ മരിക്കണമെന്ന മോഹത്തോടെ തന്റെ കയ്യിൽ കിടന്ന
കിടന്നവര് സ്വർണ്ണമോതിരം സ്വീകരിക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ തമ്പുരാര്. ഈ നാട്ടിലെ പെണ്ണുങ്ങളാ സഹോദരിയുടെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോ മരിച്ചാൽ ഇവള് മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയിപ്പിക്കണേ അല്ലാ. പടച്ചവനെ ലൈല എന്ന് പറയുന്ന സഹോദരി തന്റെ മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്ത് അല്ലാഹുവേ ഖൈറാകാ. പടച്ചവനെ 5000 രൂപ സദഖ ചെയ്തിരിക്കുകയാ. സ്വീകരിക്കണേ തമ്പുരാനെ. ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. തന്റെ മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും പൊരുത്തം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. ഒരു സ്വർണ്ണ മോതിരം കൂടെ. കുലൂ തക്ബീർ താഹിറ. താഹിറ എന്ന പാവപ്പെട്ട അടിമ തന്റെ അടുത്ത് എത്രയോ പെണ്ണുങ്ങളെ സ്വർണ്ണ മോതിരമുണ്ട്, ഒരുപാടുണ്ട്, കൊടുക്കുന്നില്ല ഉസ്താദെ. ആകെയുള്ളതൊന്നാ. പക്ഷെ എനിക്ക് സ്വർണമല്ല വേണ്ടത്, സ്വർഗമാ വേണ്ടത്. എനിക്ക് ജന്നാത്തിൽ ഫിർദൗസ് എന്ന സ്വർഗം, പ്രവാചകന്മാര് കിടക്കുന്ന സ്വർഗം വേണമെന്ന ആഗ്രഹത്തോടെ താഹിറ എന്ന അല്ലാഹ് ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ അവകാശി ഒരു സ്വർണ്ണ മോതിരം. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹുവേ ഈ സ്വർണ്ണ മോതിരമിട്ട സഹോദരി, അല്ലാഹുവേ ആ കടന്ന ശരീരം സ്വർഗത്തിന് നീ നിർബന്ധമാക്കണേ അല്ലാ. നരകം നീ ഹറാമാക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ അരപ്പവൻ പേര് പറയണ്ട എന്ന നിയ്യത്തോടെ അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ സ്വർഗത്തിലേക്ക് പറന്നു പോകുന്ന വിഭാഗത്തിൽ ആ പാവപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. സഹോദരിമാര് പെണ്ണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേദന അറിയുക. മൂന്നാമത്തെ സ്വർണ്ണ മോതിരം അൽഹംദുലില്ലാ. പേര് പറയേണ്ട ഉസ്താദെ, ദുആ ചെയ്താൽ മതി സ്വർഗം കണ്ടു മരിക്കാൻ. അല്ലാഹുവേ സ്വർഗം കണ്ടു മരിക്കാൻ. അല്ലാഹുവേ ഒരു പ്രിയപ്പെട്ട പെങ്ങള് തന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണ മോതിരം അല്ലാഹുവേ നീ നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ പടച്ചവനെ. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്കാം, ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേക്കാം. ഈ കെട്ടിനിപ്പുറത്തേക്ക് ചാടുക. ഇനി സ്വർഗത്തിൽ കയറിക്കോ, പെട്ടെന്ന് കയറിക്കോ. സംഘാടകൻ അക്കരയിലോട്ട് പൊക്കോ. പെണ്ണുങ്ങളുണ്ട്, തരും, സഹോദരിമാര് തരും. അവര് പ്രസവ വേദന അനുഭവിച്ചിട്ട് മരണവേദനയാന്ന് പറയുന്നവരാ. അവർക്ക് സ്വർഗമാണ് വേണ്ടതെന്ന് പോയി. ഇല്ല നീ ദിക്കറൊക്കെ പറയാടെ, നിക്കടെ ദിക്കറ്. അൽഹംദുലില്ലാ. പെട്ടെന്ന് മൈമൂന എന്ന സഹോദരി ഒരു സ്വർണ്ണമോതിരം അൽഹംദുലില്ലാ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അരപ്പവൻ അൽഹംദുലില്ലാ. പേര് പറയണ്ട ഉസ്താദെ, ദുആ ചെയ്താൽ മതി. 2 പേര് അൽഹംദുലില്ലാ. അരപ്പവൻ കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. അടുത്ത വർഷത്തേക്ക് ഒരാൾ കൂടെ അരപ്പവൻ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. 2 സ്വർണ്ണ മോതിരം. കുലൂ തക്ബീർ. പരമനുഷ്യന്മാരെ കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അല്ലാഹ് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ 2 പേര്. അല്ലാഹുവേ 2 പേർക്കും നീ സ്വർഗം നിർബന്ധമാക്കണേ പടച്ചവനെ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പരിശുദ്ധ കഅബയുടെ മുന്നിൽ പോയി നിസ്കരിക്കാൻ ആ പാവങ്ങൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവേ 2 പേരുടെയും ഖബർ സിയാറത്ത് ചെയ്യാൻ ആ പാവങ്ങൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്തിനാ അപ്പൊ അവിടെ നിൽക്കണേ? ഇത്രയും നേരം നിന്നില്ലേ? ഇനി ഈ സ്വർഗത്തിൽ ദുആ ചെയ്. അടുത്ത് നിൽക്ക്. ഞാൻ പൈസ ഒന്നും ചോദിക്കണില്ലല്ലോ. അടുത്ത് നിൽക്ക്. എന്നിട്ട് അടുത്ത് നിൽക്ക്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. 4 പവനായോടെ 4 പവനായില്ലേ? ഇൻഷാ അല്ലാഹ് അല്ലേ? എല്ലാം കൂടെ 4 ആയിട്ടുണ്ടോ? 4 പവൻ. കുലൂ തക്ബീർ. 10 പവനാ. ഒരു 5 ആക്കണമെന്നുണ്ട്. ഒരു 2 അടിമകൾ. ആരാ? സ്വർഗമാണ്. അൽഹംദുലില്ലാ. അത് പിടിച്ചോ. സ്വർഗം ഇഷ്ടപ്പെടുന്ന 2 അടിമകൾ കൂടെ. അൽഹംദുലില്ലാ. 5 പവൻ സ്വർണ്ണം. എനിക്കൊരു സമാധാനത്തിന് വേണ്ടി. അൽഹംദുലില്ലാ. എന്താ ഇപ്പൊ സ്വർണ്ണ മോതിരം? അൽഹംദുലില്ലാ. ഒരു സ്വർണ്ണ മോതിരം കൂടെ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. പെണ്ണുങ്ങൾ കണ്ട നിങ്ങളൊക്കെ നടന്നോ? ഉസ്താദെ സ്വർഗം ആർക്ക്, സ്വർണ്ണം ആർക്ക് വേണം? ചെയ്ത്താൻ വന്നിട്ട് പറയാ ഊരല്ലേ ഐഷ, ഐഷാടി സ്വർണ്ണം ആടി വലുത്, സ്വർഗമല്ല. പോടാ
ആരാ പറഞ്ഞ സ്വർണ്ണമല്ലെന്ന്? സ്വർഗവാട വലുത്. ഒരു പാവപ്പെട്ട അല്ലാഹുവേ നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഇങ്ങോട്ട് അടുക്ക് മനുഷ്യന്മാരെ, 3 സ്വലാത്ത് പറയും. ഈ 3 സ്വലാത്ത് പറഞ്ഞു തീരുമ്പോ അള്ളാഹ് ഇഷ്ടപ്പെട്ട 2 സ്വർഗത്തിന്റെ അവകാശികൾ 4 പവനായി നീ 5 ആക്കണം. 1 വർഷം നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ലാഹുവേ സലാത്ത് പറഞ്ഞു തീരുമ്പോ അള്ളാഹ് ഇഷ്ടപ്പെട്ട 2 പേരുണ്ടാകും. പറ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ആരാ ഉള്ളത്? അല്ലാഹ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും? ഉസ്താദേ 1 വർഷം ഉണ്ടല്ലോ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ ഉമ്മയുടെ അസുഖം മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1 ഗ്രാം ഒരാൾ സദഖ ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ എന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കി കൊടുക്കണേ പടച്ചവനെ. രോഗം കൊടുക്കുന്നവൻ നീയാണ്, അത് മാറ്റാൻ ഒരു മരുന്നിന്റെ ആവശ്യം നിനക്കില്ല. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോയി 7 മോതിരം കെട്ടി. അതൊരു നല്ല കണക്കാണല്ലോ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ആരെങ്കിലും ഒന്ന് പോയി. ഇൻഷാ അല്ലാഹ് ഞാനൊരൊറ്റ ആയത്ത് പറയാം. ഈ ആയത്ത് പറയുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് വൽ ആഖിബത്തുൽ മുത്തഖി, അവസാനം നന്നാവുന്നവരാണല്ലോ. അവസാനം നന്നാകാൻ വേണ്ടി അൽഹംദുലില്ലാഹ്. ഇതാരാ? ഇബ്രാഹിം കുട്ടി, അരപ്പവൻ സ്വർണം. നാസർ ഷംനാദ് മനസ്സിൽ ഹോസ്പിറ്റൽ ജാസിൻ 1 സ്വർണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് 1 മോതിരം കൂടെ വേണം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും കാണും ഇൻഷാ അല്ലാഹ്. പോയിട്ട് വരും, സംഘാടകരൊന്ന് പോയിട്ട് വരും ആരെങ്കിലും ഇൻഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളാൽ കഴിയുന്ന ഒരു സദഖ അടുത്ത വർഷത്തേക്കല്ലേ. ഞാനിപ്പോൾ 1 അരപ്പവൻ ചോദിച്ചു. അരപ്പവൻ ചോദിച്ചപ്പോൾ 1 ഗ്രാം 2500 രൂപ അതുവരെ ആൾക്കാർ തന്നു. ഞാൻ അരപ്പവൻ ചോദിച്ചു. അപ്പൊ 2500 രൂപ 1 ഗ്രാമെങ്കിലും അതെങ്കിലും ചവരും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല. അടുത്ത വർഷത്തേക്ക് അരപ്പവൻ. അൽഹംദുലില്ലാഹ്. പേരെന്താ? രാജി അപ്പച്ചി. അൽഹംദുലില്ലാഹ്. അരപ്പവൻ അടുത്ത വർഷത്തേക്ക് വേണ്ടി. കുലൂത്ത് കുബീർ അടുത്ത വർഷത്തേക്ക് വേണ്ടി. മറ്റൊരാളൊരു സദഖ, പേര് പറയാത്തൊരാൾ 2 ഗ്രാം സ്വർണം. അൽഹംദുലില്ലാഹ്. മരിച്ച ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ 1 ഗ്രാമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. കൊടുക്കൂലേ? അങ്ങോട്ട് പറ മനുഷ്യന്മാരെ. ഒരു ഗ്രാമിന് എന്താണ് വില? ഇന്നത്തെ വിലയല്ല, അന്നത്തെ വില. അന്ന് സ്വർണത്തിന് വില പറയും. ഇന്നിപ്പോ 2000 സ്വർണത്തിന്റെ മലയൊക്കെ കണ്ടെന്നാ പറയണം. അപ്പൊ പിന്നെ മിക്കവാറും 1500 ആയി വരും ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് 1 ഗ്രാമെങ്കിലും മേടിച്ചു കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റും. കൈവെക്കുന്നവർ നോക്കട്ടെ. 1 ഗ്രാം ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 കുലൂ തക്ബീർ. 31 കുലൂ തക്ബീർ. 32 അങ്ങോട്ട് ആരെങ്കിലും ഉണ്ടാ? ഈ ലൈറ്റിന്റെ ബാക്കിലായി 33. അൽഹംദുലില്ലാഹ്. ആരാ? 33 വേടി തനിയെ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സ്. ആരാ? 33. 8 ഗ്രാമല്ലേ 1 പവൻ. അപ്പൊ 33 ആയപ്പോ എത്ര? 34 ഇൻഷാ അല്ലാഹ്. 34. ഇതാ അവിടെ ആരാനിയുള്ളത്? ആരെങ്കിലും ഉണ്ടോ? 30. ഒരാൾ കൂടെ 1 ഗ്രാം ഇൻഷാ അല്ലാഹ്. ആരാ? പുറകിലൊക്കെ നിൽക്കാം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 35 കുലൂ തക്ബീർ. 35 ആയപ്പോ എത്ര പവനായുടെ? 4.5 പവൻ. അപ്പൊ 4 4 8 കുലൂ തക്ബീർ. കുലൂ തക്ബീർ ഇൻഷാ അല്ലാഹ്. 9 പവൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹ് ഇഷ്ടപ്പെട്ട 8 പെണ്ണുങ്ങളെ കൂടെ എനിക്ക് വേണം. 10 പവൻ സ്വർണം കൊടുത്തിട്ട് ഞാൻ പോയേക്കാം. 1 ഗ്രാം 8 അടിമകൾ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർ 8 പേര് കൂടെ ഇൻഷാ അല്ലാഹ്. ഒന്ന് കൈവക്കിക്കൂടെ. ആരാ ഉള്ളത്? പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. പുറകെ നിൽക്കുന്നവർക്കും പങ്കെടുക്കാം. ഈ ലൈറ്റിന്റെ പുറകിൽ ആരാ? ഒരാൾ പെട്ടെന്ന് നോക്കി. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഒന്ന് നോക്കി. 8 സഹോദരിമാര് 1 മാസത്തെ കേബിളിന്റെ പൈസ കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകും. 1 മാസത്തെ കേബിളിന്റെ പൈസ. അൽഹംദുലില്ലാഹ്. ആരാ ഉള്ളത്? ഒരാൾ കൂടെ ഒന്ന് കൈപ്പൊക്കി. ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ. അങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കാവും വെക്കട്ടെ. വാപ്പ നീ വെക്ക്. പള്ളിക്കൂടി പോകുമ്പോ ആരാ കൂടെ വരിക? മോൻ കൊണ്ടുപോയി കുടിച്ചിട്ട് പിടിമണ്ണം വാരി അറിഞ്ഞിട്ട് പോയ വഴി പുല്ലും ഇല്ല, ഒന്നുമില്ല. അതാ അവസ്ഥ. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ ഉള്ളത്? ഇൻഷാ അല്ലാഹ്. ഉണ്ടോ? സഹോദരിമാരുടെ ഭാഗത്തേക്ക് എന്താ നീ വല്ലതും ഉണ്ടോ? തൗറാത്തും കൊണ്ട് വരുന്നവരെ ഓരോ പേപ്പറുമായിട്ട് വരുന്നുണ്ട്.
അൽഹംദുലില്ലാ. അപ്പൊ 9:30 ഖുലൂ തക്ബീർ, 9:30 ഖുലൂ തക്ബീർ. അൽഹംദുലില്ലാ. എന്താ സുനീർ അല്ലേ? അൽഹംദുലില്ലാ. നിയ അദ്ദേഹം മാതാപിതാക്കളുടെയും മകൻ്റെയും അസുഖം മാറുന്നതിന് വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് വേണ്ടി, ഒരു പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അൽഹംദുലില്ലാ സുനീർ എന്ന സഹോദരൻ 100 റിയാൽ സദഖ ചെയ്തിരിക്കുന്നു. ഖുലൂ തക്ബീർ. അല്ലാഹു ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു ഈമാൻ നിലനിർത്തി കൊടുക്കണേ പടച്ചവനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. മതി ഇൻഷാ അല്ലാഹ്. 10 അൽഹംദുലില്ലാ. മതി ഇൻഷാ അല്ലാഹ്. ഒരൊറ്റ ആയത്ത്. ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ഒരു ദിക്റുണ്ട്. എല്ലാ ദിവസവും ഓതിയ സ്വർഗം കിട്ടുന്ന ഒരു ആയത്തുണ്ട്. ഏത് വേണം? ഏത് വേണം? ആർത്തി പാടില്ല. ഏത് വേണം? രണ്ടും കൂടെ താങ്ങാനുള്ള 2 കേട്ടിട്ട് വെറുതെ കളയുന്നതിലും ഭേദം 1 കേട്ട് ജീവിതത്തിൽ ചെയ്യണേ. ഒരുപാട് കേട്ടിട്ട് കളയുന്നതിനേക്കാളും നല്ലത് ജീവിതത്തിൽ നിത്യമാക്കുന്ന ഒരു അമല. ഏത് വേണം? ആയത്ത് വേണോ ദിക്റ് വേണോ? എങ്ങനാലും സ്വർഗം. ആയത്തോതിയാലും സ്വർഗം കിട്ടും. ഇന്ന് പറഞ്ഞു സുബഹിക്ക് മുമ്പ് മരിച്ച സ്വർഗം, സുബഹി കഴിഞ്ഞു പറഞ്ഞു മഗ്രിബിന് മുമ്പ് മരിച്ച സ്വർഗമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയത്തോതിയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഏത് വേണം? രണ്ടും ഒന്നല്ലേ? രണ്ടും സ്വർഗം തന്നെയല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരായത്തല്ലേ? കാരണം നമ്മൾ ഒരുപാട് മടിയന്മാരാ. ഒരു ഇന്ന ആയത്തിനെ ഓതാ സമയമില്ലാത്തവന് ദിക്ർ പറഞ്ഞു കൊടുത്തിട്ട് വലിയ പാടല്ലേ? അപ്പൊ ഒരൊറ്റ ആയത്ത്, അത് ഒരു ആയത്തല്ലേ എന്നെങ്കിലും വിചാരിച്ചിട്ട് ഓതും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.